റമദാൻ നോമ്പ് തുടങ്ങിയതോടെ വിശ്വാസികൾ വ്രതശുദ്ധിയുടെ രണ്ടാം പകലിലേക്ക് പ്രവേശിച്ചു. വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട മാസത്തിൽ ഒരു തവണയെങ്കിലും ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കാനുള്ള തിരക്കിലാണ് വിശ്വാസികൾ. പാരായണത്തിന്റെ പുണ്യവും വ്രതത്തിന്റെ കരുത്തുമൊത്തു ചെന്ന റമദാൻ ദിനങ്ങളെ അവർ സ്നേഹത്തോടെ കൂടെ കൂട്ടുകയാണ്. الشمس والقمر بحسبان والنجم والشجر يسجدان ഖുർആൻ പാരായണം കൊണ്ട് ഭക്തിസാന്ദ്രമാകുകയാണ് പ്രഭാതം മുതൽക്കേ വീടുകളും പള്ളികളും. രാപ്പകലുകൾ പ്രാർത്ഥനയുടെ ഇണങ്ങളാൽ സജീവമാണ്. മനസ്സിന് ശാന്തിയും ചിന്തയ്ക്ക് വ്യക്തതയും നൽകുന്ന ഖുർആൻ പാരായണം റമദാനിന്റെ ആത്മാവായി മാറുന്നു. ഖുർആൻ എന്നാൽ വായിക്കുക എന്നർത്ഥം. വായനയിലൂടെ അറിവ് നേടാനും മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്കും മോചനത്തിനും ആവശ്യമായ ഉപദേശങ്ങൾ തേടാനും ഖുർആൻ പാരായണങ്ങൾ സഹായകമാകുന്നുവെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുഷാവറ അംഗം സി മുഹമ്മദ് ഫൈസി പറയുന്നു. ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം വായന എന്നാണ്. വായനയിലൂടെ മനസ്സിന് ശക്തി ലഭിക്കുന്നുവെങ്കിൽ അത്തരം വായനകൾ അനിവാര്യമാണ്. വായനയിലൂടെ അറിവ് വർദ്ധിക്കുകയും മനസ്സ് വിശാലമാവുകയും ചെയ്യും. ഖുർആൻ പാരായണത്തിനൊപ്പം തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് പാവപ്പെട്ടവന് നിർബന്ധമാക്കിയിട്ടുള്ള സക്കാത്ത് നൽകുന്നതിലും നാടുകളിലാകെ ഇഫ്താർ സംഗമങ്ങൾ ഒരുക്കി അന്നത്തോടൊപ്പം സ്നേഹവും പകർന്നു നൽകി സാഹോദര്യത്തിൻ്റെ വലിയ സന്ദേശം പകരുകയാണ് ഓരോരുത്തരും. കൂട്ടുകുടുംബ അയൽപ്പക്ക സുഹൃത്ത് ബന്ധങ്ങളെയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഇഫ്താറുകൾ ധന്യമാക്കേണ്ട മാസം. പാവപ്പെട്ടവൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ നിർബന്ധദാനമായ സക്കാത്ത് നൽകി മറ്റു ദാനധർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കേണ്ട മാസം. അങ്ങനെ വലിയ മഹത്തായ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ദൈനംദിന പ്രാർത്ഥനയിലും രാത്രികാലങ്ങളിലെ പ്രത്യേക പ്രാർത്ഥനയിലും പങ്കാളികളായി ഓരോ വിശ്വാസിയും റമദാനിനെ വരവേൽക്കുകയാണ്. വിശ്വാസികൾക്കിത് പുണ്യത്തിൻ്റെ പൂക്കാലമാണ്. ലോകമെങ്ങുമുള്ള മുസ്ലിം സഹോദരങ്ങൾ വ്രതാനുഷ്ഠാനത്തിൻ്റെ ആനന്ദത്തിലാണ്. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ സുൽത്താനൊപ്പം എം മുബാറക്, ന്യൂസ് മലയാളം.